പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ച ഒരു വാർത്ത ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, കേരളം ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ്. നമ്മുടെ ഈ കേരളത്തിൽ നിന്നാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഗസയിലെ മരണങ്ങളെക്കുറിച്ച്, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ നിലവിളിക്കുന്നു, പരിതപിക്കുന്നു, ജാഥ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, അങ്ങനെ എന്തെല്ലാം കോലാഹലങ്ങളാണ്. എന്നിട്ട് പറയുന്നു പലസ്തീനികളെ വംശഹത്യ ചെയ്യുന്നു, അവരുടെ വീടുകളിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ച് അഭയാർത്ഥികളാക്കുന്നു. ശരിയാണ്, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം മറച്ചു വെക്കുകയാണ്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോദ്രയെ മറക്കുന്നത് പോലെ, അതുപോലെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ രാജ്യത്ത് കാശ്മീരികളായിരുന്ന ഹിന്ദു പണ്ഡിറ്റുകളെ, കാശ്മീരി ബ്രാഹ്മണന്മാരാണ് ഹിന്ദു പണ്ഡിറ്റുകളെ, അവരെ അവരുടെ വീടുകളിൽ നിന്ന് അടിച്ചൊടിച്ചു, കൂട്ടക്കൊല ചെയ്തു. അവർ ആയിരക്കണക്കിന് ആളുകൾ നാടുവിട്ടുപോയി ഡൽഹിയിലുമൊക്കെ അഭയാർത്ഥികളായി കഴിയുന്നു. ഇത് 1980-90 കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. കാശ്മീരിൽ അങ്ങനെ വളരെ ഭീതിതമായ അന്തരീക്ഷമായിരുന്നു. ആ ഭീതിതമായ അന്തരീക്ഷം മാറി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചു വരികയാണ്, തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ജോലി കൊടുക്കുന്നു, അവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. കയ്യേറി മലബാർ കലാപത്തിന്റെ കാലത്ത് വാര്യംകുന്നനും സംഘവും ഹിന്ദുക്കളുടെ വീടുകളും സ്വത്തുക്കളും പിടിച്ചെടുത്തതുപോലെ കാശ്മീരിൽ ഹിന്ദുക്കളെ ആട്ടിപ്പായിച്ച് മുസ്ലിം ഭീകരർ കയ്യേറിയ വീടുകളും വസ്തുവകകളും തിരിച്ചെടുക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കാശ്മീരികൾ പണ്ഡിറ്റുകൾ തിരിച്ചു വരുന്നു. അതിനെ തടയാൻ കശ്മീർ ഭീകരർ വീണ്ടും തലമുക്കിയിരിക്കുന്നു. അവർ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് വന്നതിന് ശേഷം കാശ്മീരികൾ വല്ലാതെ ഭയത്തിലാണ്. അവർ സർക്കാരിന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കിനി ജോലിക്ക് പോകാൻ വയ്യ, ഞങ്ങൾ സർക്കാർ നിങ്ങൾക്ക് ജോലിയൊക്കെ തന്നു, പക്ഷെ ഞങ്ങൾ ഭയമാണ് പുറത്തിറങ്ങാൻ, ഞങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്തോട്ടെ ഈ മാസം 25-ാം തീയതി വരെ. ഓഗസ്റ്റ് 25 എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15-മായി ബന്ധപ്പെടുത്തിയാണ്. കാശ്മീരിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്താൻ അനുവാദമില്ലായിരുന്നു. ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരരുടെ വിലക്കിനെ വെല്ലുവിളിച്ച് BJP പ്രവർത്തകർ എന്ന നിലയിൽ ലാൽ ചൗക്കിൽ പതാക ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാൽ ചൗക്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്ഥിതി വീണ്ടും വഷളാക്കാൻ TRF, ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ലഷ്കറിൻ്റെ വിഭാഗത്തെ ഉപയോഗിച്ച് പാകിസ്ഥാൻ വീണ്ടും ശ്രമിക്കുകയാണ്. അവരാണ് പഹൽഗാമിൽ വെടിവെച്ച് നമ്മുടെ 26 പേരെ കൊന്നത്. അവരാണ് കുൽഗാമിൽ 2 അതിഥി തൊഴിലാളികളെ കൊലപ്പെടുത്തിയത്. ഛത്തീസ്ഗഡിൽ വന്ന തൊഴിലാളികളെ, അതിഥി തൊഴിലാളി എന്ന് പിണറായി വിജയനാണല്ലോ പറയുന്നത്, അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊലപ്പെടുത്തിയത്. അവരെയും ഹിന്ദുക്കളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് വെടിവെച്ച് പോകുന്നത്. ഇപ്പോൾ അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് കാശ്മീരിൽ വല്ലാത്ത ഭയം ജനിപ്പിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് ലിബറേഷൻ കൗൺസിൽ ULC എന്ന് പറയുന്ന സംഘടന ഓഗസ്റ്റ് 7 വെച്ച് ഇറക്കിയിരിക്കുന്ന ഭീഷണി കത്ത് ഞാനൊന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം റെസിസ്റ്റൻസ് പിന്തുണക്കാരുടെയും എന്നുവെച്ചാൽ TRF, ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഭീകര സംഘടന, പാകിസ്ഥാൻ ലഷ്കറിൻ്റെ വിങ്ങാണ്, പിന്തുണക്കാരുടെയും പോരാളികളുടെയും ബന്ധുക്കൾക്കെതിരെയുള്ള സ്വത്ത് പിടിച്ചെടുക്കലും ഉപദ്രവിക്കലും അടങ്ങുന്ന ദുരുദ്ദേശപരമായ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ IOJK, നമ്മൾ POK എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കാശ്മീരിനെ പാകിസ്ഥാൻ പറയുന്ന IOJK, ഇന്ത്യൻ ഇല്ലീഗൽ ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീർ പപ്പറ്റ് അധിനിവേശ ഭരണകൂടവും സുരക്ഷാ സേനയും തീരുമാനിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേരിട്ടുള്ള പ്രതികരണം കഠിനമായിരിക്കും. ഒരു തരത്തിലും നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. വ്യക്തികൾ തമ്മിൽ ഞങ്ങൾ വേർതിരിച്ച് കാണുന്നില്ല എന്നത് ലഫ്റ്റനന്റ് ജനറൽ DGP കൂടാതെ ഡൽഹിയിലുള്ളവർക്കുള്ള വ്യക്തമായ സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ ആരെയും ഞങ്ങൾ തട്ടും എന്നാണ്. മുമ്പ് മുന്നറിയിപ്പ് നൽകിയതുപോലെ നിങ്ങളുടെ പോലീസ് സേനയിലെ 90% പ്രദേശവാസികളാണ്. അവർ സമൂഹത്തോടൊപ്പം ജീവിക്കുകയും ആഘോഷിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എവിടെ വെച്ചും അവരെ ലക്ഷ്യമിടുന്നത് എളുപ്പമാണ്. നമ്മുടെ സായുധ സേനകളെ ആക്രമിക്കും എന്നാണ് പറയുന്നത്. ഡൽഹിയുടെ പിന്തുണയുണ്ടെന്ന് വിശ്വസിച്ച് പ്രാദേശികവാസികളോട് അനാദരവോടെ പെരുമാറുന്ന നിരവധി കുടിയേറ്റ പണ്ഡിറ്റുകൾ ജോലി ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പുകളെ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിനെ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഈ കുടിയേറ്റ പണ്ഡിറ്റുകൾ തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റി. അവരുടെ കുടുംബാംഗങ്ങളുടെയും താമസ സ്ഥലങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ പൂർണ്ണ വിവരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഇത്തവണ അവർക്ക് ജമ്മുവിൽ പോലും ഒളിക്കാൻ കഴിയില്ല. ആവശ്യമെങ്കിൽ ഞങ്ങൾ അവരെ എവിടെയും പിന്തുടരും. വർക്ക് ഫ്രം ഹോം എന്ന കാരണം ഇനി നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാശ്മീരിലെ സർക്കാർ സർവീസിലുള്ള 6 ഉദ്യോഗസ്ഥന്മാരുടെ പേര് ടെലഫോൺ നമ്പർ സഹിതം സുശാന്ത് കൗൾ, രോഹിത് റൈന, സാഹിൽ, സാവൻ, ശിഖ, അശ്വനി ഇങ്ങനെ 6 പേരുടെ പേര് കൊടുത്തിട്ട് നിങ്ങളുടെ പക്കലുള്ള വിവരണങ്ങളിൽ നിന്ന് ഒരു വകുപ്പിൽ മാത്രമുള്ള ചെറിയൊരു പട്ടിക മാത്രമാണിത്. അവരുടെ പേരിനൊപ്പം തുടക്കത്തിൽ പരേതനായ എന്നെഴുതാൻ ഞങ്ങൾ നിർബന്ധിക്കരുത്. നിങ്ങളുടെ രീതികൾ മാറ്റുക. സൈനികൻ, ദ റെസിസ്റ്റൻസ് മീഡിയ കോർഡിനേറ്റർ അഹമ്മദ് ബിലാൽ ULC എന്ന് പറഞ്ഞൊരു ഭീഷണിക്കത്താണ് ജമ്മു കാശ്മീരിലെ DGP, ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് കാശ്മീരിലെ പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകര സംഘടനകൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? കാശ്മീരിലെ കുടിയേറ്റ പണ്ഡിറ്റുകൾ, കാശ്മീരിൽ നിന്ന് പാവങ്ങൾ ഓടിപ്പോയതാണ്. അവരെ ഇപ്പോൾ അവർ വിളിക്കുന്നത് കുടിയേറ്റ പണ്ഡിറ്റുകൾ എന്നാണ്. 1990 ജനുവരി 19 എന്ന തീയതി കാശ്മീരിലെ പണ്ഡിറ്റുകൾ മറക്കില്ല. അന്നാണ് കാശ്മീരിലെ എല്ലാ മോസ്കുകളിലും മൈക്കിലൂടെ ഒരു ആഹ്വാനം വന്നു, ഒരു സന്ദേശം വന്നു. റലീവ് ജലീവ് യാ ഗലീവ്, മതം മാറുക, അല്ലെങ്കിൽ താഴ്വര വിട്ടു പോവുക, അതുമല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ വന്ന് 62,000-ലേറെ കുടുംബങ്ങൾ, ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ ഓടിപ്പോയി. ഏതാണ്ട് 600ഓളം ആളുകളെ കൊന്നു. 200 പേരെന്തൊക്കെയാണ് കണക്ക് സർക്കാരിൻ്റെ, പക്ഷേ 600-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് കാശ്മീരി പണ്ഡിറ്റുകളുടെ സംഘടന പറയുന്നു. 62,000 കുടുംബങ്ങൾ ഓടിപ്പോയ അവരുടെ വീടുകളൊക്കെ ഈ ഭീകരവാദികൾ മുസ്ലിമുകൾക്ക് കൊടുത്തു. അവരവിടെ കയറി താമസിക്കുക. ഇതാണ് മലബാറിൽ നടന്നത്. സമാനമായ കാര്യം നടന്നു. അവരെ നരേന്ദ്രമോദി വന്നതിന് ശേഷം പതുക്കെ തിരിച്ചു കൊണ്ടുവന്നു. പാവപ്പെട്ട ഓടിപ്പോയ കാശ്മീരികൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യക്കാരായ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയാണ്, ടെൻറ്റുകളിൽ കഴിയുകയാണ്. മോദി വന്നതിന് ശേഷം പതുക്കെ ഇവരുടെ അന്യാധീനപ്പെട്ട ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കാൻ, വീടുകളൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമം തുടങ്ങി. ഏതാണ്ട് 6000 കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സർക്കാർ സർവീസിൽ ജോലി കൊടുത്തു. അവർക്ക് വേണ്ടി ട്രാൻസിറ്റ് സെൻ്ററുകൾ, ഫ്ലാറ്റുകൾ നിർമ്മിച്ചു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുമ്പ് ഇതുപോലെ അവർ കൊലപ്പെടുത്തിയത് നിസ്സാരക്കാരായ മനുഷ്യരെയൊന്നുമല്ല. ജമ്മു കാശ്മീരിലെ ദൂരദർശൻ്റെ ഡയറക്ടറായിരുന്ന ലാസ കൗളിനെ വെടിവെച്ച് കൊന്നു. എന്തിന്? ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് നീൽകാന്ത് ഗഞ്ജുവിനെ വെടിവെച്ച് കൊന്നു. ഹിന്ദുക്കളായ ആരെ കിട്ടിയാലും വെടിവെച്ച് കൊല്ലുമായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ടോ? നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇവരെ പതുക്കെ പുനരധിവസിപ്പിക്കുകയാണ്, അവരുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്, അവരുടെ വീടുകൾ വീണ്ടെടുത്ത് കൊടുക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ റവന്യൂ വകുപ്പ് ഞങ്ങളുടെ പടയാളികളെ, ഞങ്ങളുടെ ആളുകളെ ഒഴിപ്പിക്കുകയാണ്. അവരിപ്പോൾ കുടിയേറ്റക്കാരായിട്ട് പണ്ഡിറ്റുകൾ വരികയാണ്. അതിനെ ഞങ്ങൾ തടയും. അതുകൊണ്ടാണ് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പട്ടിക എടുത്തു വെച്ചിട്ട് ടെലഫോൺ നമ്പർ ഉൾപ്പെടെ ഞങ്ങൾക്കറിയാം, കൊല്ലും. ഇവരിനി പഴയ ഓടിച്ചു വിട്ട പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാനുള്ള പരിപാടികൾ റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പിലെ ആളുകൾ ചെയ്താൽ പേരിന് മുമ്പിൽ പരേതനായ എന്ന് ചേർക്കേണ്ടി വരും എന്ന് ഭീഷണി കത്ത് ഇറക്കിയിരിക്കുന്നു. ഇപ്പോഴും ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ ഓടിപ്പോയി താമസിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ ഭൂരിപക്ഷം പേരും കാശ്മീരിലെ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ല. ഭയമാണ്. സ്വന്തം സഹോദരങ്ങളെ കൺമുന്നിലിട്ട് വെടിവെച്ചും വെട്ടിനുറുക്കിയും എന്തിന്? അറക്കമില്ലിൽ കൊണ്ടുപോയി ജീവനോടെ അറക്കവാളിന് 2ആയിട്ട് അറുത്ത് മുറിച്ചിട്ടുണ്ട്. ഇതൊന്നും കേരളത്തിൽ ആരും പറയില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കാശ്മീരി പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കണമെന്ന് BJP അല്ലാതെ പറയുന്നുണ്ടോ? ഇല്ല. അവർക്ക് ഗാസയെക്കുറിച്ച് നിലവിളിക്കും, ഗാസയെക്കുറിച്ച് കണ്ണീരെടുക്കും. ഇപ്പോൾ ദാ ഓഗസ്റ്റ് 7-ാം തീയതി, ഇന്നിപ്പോൾ എത്രയാ, 10-ാം തീയതി ആവുന്നേ ഉള്ളൂ നമ്മളിത് ഷൂട്ട് ചെയ്തിട്ട്. നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ 10 ദിവസം, 3 ദിവസമായിട്ടുള്ളൂ ഇങ്ങനൊരു ഭീകര ഭീഷണിക്കത്ത്, ഭീകര സംഘടന, അവിടുത്തെ DGP,
അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തു. അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളുടെ സംഘടനകൾ ഞങ്ങൾ ഇനി ജോലിക്ക് വരുന്നില്ല, ഭയമാണ് ജോലി ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓഗസ്റ്റ് 25 വരെ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി എന്ന് കാശ്മീർ സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നു. ഇതേക്കുറിച്ച് ഒരു അക്ഷരം നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയുണ്ടോ? ഇല്ല. എത്ര സങ്കടകരമാണ്. നമുക്ക് ഗാസ ഓൾ ഐസ് ഓൺ റഫ എന്നൊക്കെ പറഞ്ഞ് കാമ്പയിൻ നടത്തും. ഒരൊറ്റ സിനിമാക്കാരൻ വരില്ല, ഒരൊറ്റ ഇൻഫ്ലുവൻസർ വരില്ല കാശ്മീരിലെ പണ്ഡിറ്റുകളെ കുറിച്ച് പറയാൻ. അവരെ വീണ്ടും കൂട്ടക്കൊല ചെയ്യും. അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ നഷ്ടപ്പെട്ടു പോയ വീടും പറമ്പും പുരയിടവും ഒക്കെ വീണ്ടെടുത്ത് കൊടുത്ത് അവർ പിറന്ന മണ്ണിൽ താമസിപ്പിക്കാനുള്ള പദ്ധതികളുമായി ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഭീകരരുടെ ശ്രമം, പാകിസ്ഥാന്റെ ശ്രമം 3 ദിവസമായി പുറത്ത് വന്നിട്ട് ഒരൊറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിലവിളിക്കാം, നെഞ്ചത്തടിച്ച് കരയാം, ഗാസയെക്കുറിച്ച് പാട്ടുപാടാം, തെരുവ് നാടകം നടത്താം. എന്നിട്ട് ഗാസയിലേക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന, ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്ന നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാം. പക്ഷേ കാശ്മീർ എന്ന് മിണ്ടില്ല, കാശ്മീരി പണ്ഡിറ്റ് എന്ന് മിണ്ടില്ല. 3 ലക്ഷം ആൾക്കാർ, 3 ലക്ഷം, 62,000 കുടുംബങ്ങൾ. നോക്കൂ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പ്രദേശത്തെ ആരാധനാലയത്തിലെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ നേരം പുലരുന്നതിന് മുമ്പ് താഴ്വര വിടുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. 3 ഓപ്ഷൻ. ഇത് ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിലും പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ചിരുന്നു. പോകാത്തവരെ കൊന്നു, 600 പേരെ കൊന്നിട്ടുണ്ട്. ഒരുപാട് കാലം മുമ്പൊന്നും അല്ലെന്തേ, 1980 മുതൽ 90 വരെ. നമ്മുടെ ഓർമ്മകൾക്ക് അത്ര മൂർച്ച കുറവാണോ? കേരളത്തിലെ മലയാളിക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല, വാർത്തയാക്കിയിട്ടില്ല. കാരണം കൊല്ലപ്പെടുന്നത് ഹിന്ദുവാണ്, കൊല്ലുന്നത്. അപ്പോൾ പിന്നെ അത് വാർത്തയാക്കാൻ പറ്റുമോ? അപ്പോൾ ഏറ്റവും പുതിയ ഈ വാർത്ത, 80 മുതൽ 90 വരെ കാശ്മീരിൽ എന്തു നടന്നോ അതു തന്നെ പുതിയ രൂപത്തിൽ റലീവ് സലീവ് യാ ഗലീവ് എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ പുതിയ പകർപ്പുമായി കാശ്മീരിൽ ഭീകരരുടെ ഭീഷണിക്കത്തുകൾ വന്നിരിക്കുന്നു. പക്ഷേ ഈ ഭീകരർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അന്നത്തെ സർക്കാരുകൾ ഇതിന് കൂട്ടുനിന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. വെടിയുണ്ട മറുപടിയായി കിട്ടും, ഒരു സംശയവുമില്ല. അത് മാത്രമാണ് പ്രതീക്ഷ. പക്ഷേ എന്നിട്ടും കാശ്മീരികൾ പണ്ഡിറ്റുകൾ തിരിച്ചു വരുന്നില്ല. കാര്യം എന്തെന്നറിയോ? അവർക്ക് BJPയുടെ മാത്രം പിന്തുണയുള്ളൂ. ഈ നാട്ടിലെ പൊതുസമൂഹം, ഈ നാട്ടിലെ സകല രാഷ്ട്രീയ പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്നില്ല. കാരണം അവർ സംഘടിത മതന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ മാത്രം പ്രതീക്ഷിക്കുന്നവരാണ്. ഹിന്ദുവിൻ്റെ വോട്ട് തങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള കോൺഗ്രസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ളവർ ഈ മതഭീകരന്മാരെ, പാകിസ്ഥാനി ഏജന്റുമാരെ, ഹിന്ദുവിനെ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചവരെ പിന്തുണയ്ക്കുന്നു. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി മിണ്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് വാർത്തയുമല്ല. ഏതായാലും ഇത്തരമൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങളോട് പറയാതെ തരമില്ലാത്തത് കൊണ്ട് ഇന്ത്യ ലൈവ് ഇത് പറയുന്നു. സത്യം പറയാതിരിക്കാൻ പറ്റില്ല. സത്യം പറയാൻ ഞങ്ങളുണ്ടാവും, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.